ഗന്ധർവനീ വഴി വന്നു പണ്ടൊരു ഗന്ധർവനീ വഴി വന്നു. അന്നാരം പുന്നാരം കാട്ടിനകത്തൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു. അവനൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു. ഗന്ധർവനവളുടെ താമര വിരലിൽ കല്യാണമോതിരമണിയിച്ചു. ഒന്നിച്ചിരുന്നവർ പാട്ടുകൾ പാടി കണ്ണെഴുത്തും പൂക്കൾ ചൂടി. ഒന്നിച്ചിരുന്നവർ പാട്ടുകൾ പാടി കണ്ണെഴുത്തും പൂക്കൾ ചൂടി. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു പണ്ടൊരു ഗന്ധർവനീ വഴി വന്നു. പിന്നെ വെളുപ്പിന് വെള്ളി വിമാനത്തിൽ വന്ന വഴിക്കവൻ പോയി. ആയിരത്തൊന്നു കിനാവുകൾ കണ്ടവൾ ആ മലർക്കാവിലലഞ്ഞു. ആ മലർക്കാവിലലഞ്ഞു. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു പണ്ടൊരു ഗന്ധർവനീ വഴി വന്നു. കണ്ണുനീർ പൊയ്കക്കടവില പെണ്ണിനെ കണ്ടിട്ടറിഞ്ഞില്ല ഗന്ധർവൻ. കാമുകമന്ത്രവും പാടി നടന്നവൾ പാതിര പൈങ്കിളിയായി. ഇന്നൊരു പാതിര പൈങ്കിളിയായി. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നൊരു ഗന്ധർവനീ വഴി വന്നു പണ്ടൊരു ഗന്ധർവനീ വഴി വന്നു. സോ സ്വീറ്റ്. ഗംഗയാറൊഴുകുന്ന നാട്ടിൽ നിന്നു. തീർത്ഥ എങ്ങനെ ഉണ്ടായി? നന്നായിരുന്നോ? കഴിഞ്ഞ ഷെഡ്യൂളിൽ നമ്മൾ വലിയൊരു കളിയെ കളിച്ചിട്ടാണ് ഇവിടെ എത്തിയതല്ലേ? എങ്ങനെ ഉണ്ടായി? ഫസ്റ്റ് സോങ് കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയെന്നോ? പറ്റി. കഴിഞ്ഞ ഷെഡ്യൂളിൽ എന്ത് പറ്റി? ഡേഞ്ചറസ് സോണിലായിരുന്നു. അയ്യോ ആണോ? ഞങ്ങള് ഒരു 2-3 റൗണ്ട്സ് ഒക്കെ ഇങ്ങനെ ചെയ്യിച്ച് ലാസ്റ്റ് പിന്നെ ഡിസിഷൻ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങള് കേറിപ്പോന്നു. കാരണം അതിൽ അസലായി പാടി, അതുകൊണ്ട് ഡിസിഷൻ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, ഗന്ധർവൻ ഈ വഴി വന്നതൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു നോക്കാം. ഗന്ധർവൻ വന്നോന്ന് വന്നത് അല്ല വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാം. അതാ എന്ന് ചോദിക്കട്ടെ ഞാൻ. ശരത് സർ എന്റെ അടുത്ത് തന്നെ. ഓ നോ. ഓക്കെ മക്കളെ, ബ്യൂട്ടിഫുൾ സോങ്, അതൊരു ഡൗട്ടും ഇല്ല. ഇതൊക്കെ ബാബുക്ക എപ്പോഴും ചെയ്യുന്ന പോലുള്ള ആ ഒരു ജോണറല്ല ഇത്, വേറൊരു സെറ്റപ്പാണ്. അതുപോലെ നമ്മുടെ ഗോൾഡൻ മൈക്ക് അടിച്ച പാട്ടും അതൊരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ബാബുക്കാട്. സൂപ്പർ പാട്ട് മോളെ. ഇത് ആരാ പാടിയത്? സുശീലമ്മ. അത് കേൾക്കുമ്പോഴേ അറിയാം മോളെ, ഇങ്ങനെ ആ കുരുകുരുകുരാന്നുള്ള അത് അമ്മ പാടുന്നത്. അയ്യോ എന്ത് ക്ലാരിറ്റിയാണ്. അതുപോലെ ശ്രുതി. മക്കളെ എഴുതിയത് ആരാ? വയലാർ രാമവർമ്മ. വയലാർ സാർ. മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആ കുരുകുരു സംഗതികളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. പിന്നെ എനിക്കുള്ള ഒരു സംഭവം, ആ അതിന് കുറച്ചും കൂടെ മോളെ തേരി എന്നാക്കുമ്പോഴത്തേക്കും ഒരു വായുഗുളിക മേടിക്കാൻ പോകുന്ന ഒരു വികാരമാണ് അതിന്. അത്രയും നോട്ട്സിൻ്റെ ഒരു ക്ലാരിറ്റി അവിടെ കിട്ടിയ ഒരു സുഖമാണ് മോളെ. പണ്ടൊരു
പണ്ടൊരു അത്രയ്ക്ക് സമയമില്ല നമുക്ക് കേട്ടോ. പക്ഷെ അത് സ്പീഡിന് പാടിയാലും ആ ക്ലാരിറ്റി അത് വേണം. അത് മാത്രമേ ഉള്ളൂ കുഞ്ഞ്. പിന്നെ ആ മലർക്കാവിൽ ആണ് ഞാൻ ഒന്ന് പാടാമോ? മോക്ക് നന്നായിട്ട് പാടുന്ന കുട്ടിയാണ് മോളെ. അത് ശരിക്കും വന്നില്ല. അതൊന്നും നമുക്ക് വൃത്തിയായിട്ട് പാടാം. കിനാവുകൾ കണ്ടവൾ ആ മലർക്കാവിലലഞ്ഞു. അടുത്തത് ആ മലർക്കാവിലലഞ്ഞു. മോളെ അതുപോലെ ഈ ലാൻഡിങ് ഒക്കെ മോള് നോക്കണം. ഈ പല്ലവിയുടെ എൻ്റെ ഒക്കെ മോള് ചേർന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കുഞ്ഞിന് മനസ്സിലായോ? തീരി താരി പിടിച്ചു നിൽക്കും. നിന്നാല് ഓടിപ്പോവും നമ്മൾ, നാട് വിടും. ഗന്ധർവൻ അവിടെ ഒളിച്ചു നിന്ന് നോക്കത്തേ ഉള്ളൂ, ഇങ്ങോട്ട് വരത്തില്ല മക്കളെ. അതുപോലെ ഈ കണ്ണുനീർ അതൊരു ഒരു ഒരു സുഖം അങ്ങോട്ടായില്ല. അതൊന്നും നമുക്ക് വൃത്തിയായിട്ട് പാടിയാലോ? കുഞ്ഞ് നന്നായിട്ട് പാടുന്ന കുഞ്ഞാ. ഒരു കൃത്യമായിട്ടൊന്ന് പാടിക്കാത്. ആ 2 ലൈൻ. കണ്ണുനീർ പൊയ്കക്കടവില പെണ്ണിനെ കണ്ടിട്ടറിഞ്ഞില്ല ഗന്ധർവൻ. കാമുകമന്ത്രവും പാടി നടന്നവൾ പാതിര പൈങ്കിളിയായി. ഇന്നൊരു പാതിര പൈങ്കിളിയായി. ഗുഡ് 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 ഗുഡ്, നൈസ്, ബ്യൂട്ടിഫുൾ മോളെ. ഈ ശ്രുതി ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഈ മനോപ്രാളം വേണ്ട മോളെ കേട്ടോ. അത് കൃത്യം അത് എന്ത് പാടിയാലും അതിൽ ആ ക്ലാരിറ്റി, അതിന് നോട്ട്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആ നോട്ട് ആ ചെറിയ നീ കേൾക്കുമ്പോൾ, അല്ലെ ദൈവതം കേൾക്കുമ്പോൾ, അല്ലെ പ്രതിമധ്യമം കേൾക്കുമ്പോൾ എന്നൊക്കെ പറയുന്നത് ഇപ്പം ഇതിലുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഏത് നോട്ട് പാടിയാലും അതിനൊരു ക്ലാരിറ്റി, അതിനൊരു അർത്ഥം ഉണ്ടാകും. നല്ല പാട്ട് മോള്. മറ്റേതെല്ലാം ആ ഗുരുകുര സംഗതിയൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയതാ കേട്ടാ. തീർത്ഥക്കുട്ടി തീർത്ഥക്കുട്ടി എന്നോ? തീർത്ഥ അതിൽ അക്ഷരസ്ഫുടതയ്ക്ക് കുഴപ്പമുണ്ടോ? ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തീർത്ഥക്കുട്ടി നന്നായിട്ട് പാടി. എനിക്ക് ഓൾറെഡി അറിയുന്ന പാട്ടുകാരിയാണ് തീർത്ഥക്കുട്ടി. എനിക്ക് തോന്നുന്നു തീർച്ചയായും കാണുന്ന പോലെ തന്നെ ക്യൂട്ടാണ് അവളുടെ സിംഗിങ്. അവളുടെ ശബ്ദത്തിൽ ഒരു ക്യൂട്ട്നെസ് ഓൾറെഡി ഉണ്ട്. കാരണം ഓൾറെഡി റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്കറിയാം. ഒരു റെക്കോർഡിംഗ് ക്വാളിറ്റി ഉള്ള ഒരു വോയിസ് ഉള്ള കുട്ടിയാണ് തീർത്ഥ. ഈ പാട്ടിന് വേണ്ട ഫീൽ കൊടുത്ത് തന്നെ പാടി. സാറ് പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടുള്ള ചെറിയ ചെറിയ കുനുകുന സംഗതികളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്പീഡ് ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ സേവ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ഇനിയും എക്സൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് സിംഗിങ് അറിയുന്നതും കൂടെ കൊണ്ട് ഇനിയും നന്നാക്കാൻ പറ്റുമായിരുന്നു ചില ഫീല് കാര്യങ്ങൾ. പിന്നെ ഈ പാട്ടിന് വേണ്ട എല്ലാ അത്യാവശ്യം ക്വാളിറ്റി തീർത്ത കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ സാർ പറഞ്ഞ പോലെ നല്ല സുന്ദരിയായിട്ടുണ്ട് അവള്. വളരെ പെർഫെക്റ്റ്ലി ആ സ്റ്റേജിൽ നിൽക്കുന്നത് കാണുമ്പോൾ പാട്ട് മാത്രം ഇങ്ങനെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കാനേ തോന്നിയുള്ളൂ. അങ്ങനെ കൂടുതൽ ക്രൂഷ്യൽ ജഡ്ജ്മെന്റിലേക്ക് പോകാൻ തോന്നിയില്ല. തീർത്ഥം മാളികപ്പുറത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ മൊത്തം 5 സിനിമയിൽ പാടി. അപ്പോൾ അതില് ഫസ്റ്റ് മാളികപ്പുറായിരുന്നു സാറിന്റെ മ്യൂസിക്കില്. ബാക്കി 3 സിനിമകളിലും എനിക്ക് പാടാൻ അവസരം തന്നതും രഞ്ജിൻ രാജ് സാറ് സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദി. എനിക്ക് പിആർഒ ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു ആ ആദ്യത്തെ സോങ് രഞ്ജിൻ സാറിന്റെ കൂടെ ആ ഒരു കോമ്പോസിഷനിൽ വർക്ക് ചെയ്തപ്പോ? എങ്ങനെയുണ്ടായിരുന്നു? വലിയ ആൾക്കാരുടെ അടുത്ത് പോലെ അല്ല, നമ്മളെല്ലാരോടും ചോദിക്കണ്ടേ? മോളൊരു പ്ലേബാക്ക് സിംഗർ ആണ്, ഒരു നടിയാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? എന്റെ ആദ്യത്തെ സിനിമ കൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പൊ സാറ് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഭയങ്കര ഇതായതൊന്നുമില്ല. അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചിട്ട് പൈസ അയക്കും. എല്ലാരും ഫ്രീ ആയിട്ടാ മോളെ. അവൻ കൂളായിട്ട് പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നു. എന്ത് തെറ്റ് വന്നാലും അതും കുഴപ്പമില്ല. അവൾ പെട്ടെന്ന് പഠിച്ച് പാടി കേട്ടോ. അതാണ് സത്യം. ഞാൻ അങ്ങോട്ട് പറയാം. എന്തായാലും തീർത്ത് എന്നെ പറ്റി പറയുന്നില്ല, ഞാൻ പറയാം. വളരെ പെട്ടെന്ന് പഠിച്ചു പാടി. പിന്നെ എനിക്കൊന്നും നമ്മൾ കുയിലെ പിടിച്ച സോങ് അല്ല പടത്തിലുണ്ടായിരുന്നത്. അത് ഓൾറെഡി ഒരു പാട്ട് പാടിക്കൊണ്ടുള്ള അഭിനയ പരിപാടിയായിരുന്നു. പിന്നെ റൈറ്റ്സിന്റെ ഇഷ്യൂ വരുന്ന പറഞ്ഞിട്ട് ഞാൻ എന്ന് പറയുമ്പോഴേക്കും കട്ട് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കൊടുത്തു അവിടെ. അങ്ങനെ എക്സ്ട്രീംലി ഗുഡായിട്ട് പെർഫോം ചെയ്തിട്ടുമുണ്ട്, നന്നായിട്ട് പാടുകയും ചെയ്തു. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ് തീർത്ഥക്കുട്ടിയെ പറ്റി രവി ബസൂറിന്റെ സ്റ്റുഡിയോയിൽ നിന്നും ഒക്കെ കിട്ടിയത്. ചേച്ചി തീർത്ഥ സുന്ദരി, ഇനി ഞാൻ എന്ത് പറയണം?
ബ്യൂട്ടിഫുൾ, അതീവ സുന്ദരി. കാണാൻ തന്നെ അതീവ സുന്ദരിയാണ്, നല്ല ചിരിയാണ്, ആ മനം മയക്കുന്ന മുഖമാണ്. ആഹാ. ആ അതിൽ പാട്ടിനെ കൂടെ പറ്റി പാട്ട് പറഞ്ഞാല് അസാധ്യമായിരുന്നു. താങ്ക് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ്. അത് സാധാരണ നമുക്ക് ഈ പാട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പാടുന്ന ആളെങ്ങനെ ടെൻഷൻ, നമുക്ക് ഉള്ളിലാണ് ടെൻഷൻ കുട്ടികളൊക്കെ പാടുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നി ഞാൻ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നാലോ എന്ന്, എല്ലാരെയും കെട്ടിപ്പിടിക്കാൻ. അത്ര നന്നായിട്ട് പാടി. ബ്യൂട്ടിഫുൾ മോളു, ഫാന്റാസ്റ്റിക്. ശരത് സർ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ മാത്രമേ ഒരു എന്തെങ്കിലും പറയണമെങ്കിൽ, ഒരു കുറവ് പറയണമെങ്കിൽ അത് മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ മനോഹരമായി പാടി. താങ്ക് യു മാം. പിന്നെ ഇനിയും ഒരുപാട് സിനിമകളിൽ പാടട്ടെ, തിളങ്ങട്ടെ, ഒരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ. താങ്ക് യു. 5 എന്നുള്ളത് 10 ആവട്ടെ, 20 ആവട്ടെ, 30 ആവട്ടെ, 100 ആവട്ടെ. മതി 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 മതി. അത്രയും പടങ്ങൾ ഞാനും ചെയ്യട്ടെ. എന്നാ പിന്നെ നിങ്ങൾക്കൊക്കെ പറയാട്ടോ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. മാർക്സ് വെക്കാം. മക്കളെ കുഞ്ഞേ ആ. 8.6 താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേട്ടാ 8.5. താങ്ക് യു സർ. താങ്ക് യു. ചേച്ചി 8.5. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 25.6. ഇനി ഒരു റൗണ്ടും കൂടെ. ഓൾ ദി ബെസ്റ്റ്.